നമസ്കാരം. ജസ്റ്റ് ഡേ ഡീകോഡ് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യുധിഷ്ഠിരനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനുള്ള തന്ത്രങ്ങൾ ധൃതരാഷ്ട്രനും ദുര്യോധനും കൂടി പ്ലാൻ ചെയ്തതാണ് നമ്മൾ കഴിഞ്ഞ ലക്കം കണ്ടത്. വാരണാവതം എന്ന സ്ഥലത്തേക്ക് ഇവരെ പറഞ്ഞയക്കാമെന്നും അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താമെന്നും ദുര്യോധനൻ ഒരു തന്ത്രം പറഞ്ഞപ്പോൾ അത് ധൃതരാഷ്ട്രൻ അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിന് മുന്നോടിയായി കുറേ മന്ത്രിമാർ, നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ദുര്യോധനൻ പണം കൊടുത്തൊക്കെ വശീകരിച്ച ചില മന്ത്രിമാർ, അതുപോലെയുള്ള അനുചരന്മാരൊക്കെ വാരണാവതത്തെക്കുറിച്ച് വളരെ പുകഴ്ത്തി പാണ്ഡവരോട് സംസാരിച്ചു തുടങ്ങി. അവിടുത്തെ ഉത്സവം വലിയ കേമമാണെന്നും അവിടെ വലിയ കാഴ്ചകളാണ്, ഇങ്ങനെ വാരണാവതത്തിനോട് ഇഷ്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് എത്തിച്ചു. അവരുടെ ഉള്ളിൽ ഈ സ്ഥലമൊന്ന് കണ്ടാൽ കൊള്ളാം എന്നൊരു കൗതുകം ഉണ്ടായി. അങ്ങനെ പാണ്ഡവർക്ക് ഒരു കൗതുകമുണ്ട് എന്നറിഞ്ഞ ധൃതരാഷ്ട്രർ പാണ്ഡവരെ വിളിക്കുന്നു. ഉണ്ണികളെ, വളരെ സ്നേഹത്തിലാണ്, വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു, ഉണ്ണികളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൗതുകമുണ്ടെങ്കിൽ ആ കൗതുകം എന്തായാലും നിറവേറ്റുക തന്നെ വേണം. നിങ്ങൾ തീർച്ചയായിട്ടും വാരണാവതത്തിലേക്ക് പോകണം. നിങ്ങൾ യുധിഷ്ഠിര, നീ സഹോദരന്മാരോടും അമ്മ കുന്തിയോടുമൊപ്പം വാരണാവതത്തിലേക്കൊന്ന് പൊയ്ക്കൊള്ളൂ. അവിടെ പോയി കുറച്ച് ദിവസം താമസിച്ച് ഉത്സവമൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞതിന് ശേഷം തിരികെ ഇങ്ങോട്ട് വന്നാൽ മതിയാകും. അപ്പോൾ രാജാവിൻ്റെ ഹിതം അതാണ് എന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിരന് വല്ലാത്ത ദുഃഖമുണ്ടാകുന്നു. ഇവിടെയാണ് യഥാർത്ഥ അധികാരം ആരുടെ കയ്യിലാണ് എന്നുള്ളത് വലിയ കാര്യം ആകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം യുധിഷ്ഠിരന് അവിടെ പോയി താമസിക്കണം എന്ന ആഗ്രഹമില്ല, തന്നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് ഈ ശ്രമം എന്ന് മനസ്സിലാവുന്നു. പക്ഷേ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ വിത്തകോശവും, അതായത് ഖജനാവും ഒക്കെ ഇവരുടെ കയ്യിലാണ്. പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആലങ്കാരികമായ ഒരു സ്ഥാനം മാത്രമേ യുധിഷ്ഠിരനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യുധിഷ്ഠിരൻ ഗുരുജനങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടയാളാണ്. പക്ഷേ അയാൾക്കൊരു രാജാവാകാനുള്ള ഒരു ക്വാളിറ്റി ഒന്നും അന്നും ഉണ്ടായിട്ടില്ല. യുധിഷ്ഠിരന്റെ അതേ സ്ഥാനത്തുള്ള ആളാണ് ദുര്യോധനൻ. പക്ഷേ ദുര്യോധനൻ നോക്കൂ, എത്ര സമർത്ഥമായി എല്ലാ ഉദ്യോഗസ്ഥരെയും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് തൻ്റെ പാട്ടിലാക്കി നിർത്തിയിട്ടുണ്ട്. അതായത് കൃത്യമായി അധികാരം പ്രയോഗിച്ചത് ദുര്യോധനാണ്, യുധിഷ്ഠിരനല്ല. അതുകൊണ്ട് തന്നെ യുധിഷ്ഠിരന് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ പിടിപാടില്ല. അയാൾ ആകെ വിശ്വസിച്ചത് ഭീഷ്മരെയും ദ്രോണരെയും കൃപരെയും ഒക്കെയാണ്. പക്ഷേ അവർ നിസ്സഹായരാണ്. ഭീഷ്മർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ദ്രോണരും കൃപരും ദുര്യോധനൊപ്പമേ നിൽക്കുകയുള്ളൂ. കാരണം അവർക്ക് പ്രത്യക്ഷത്തിൽ അവർക്ക് ഇവരെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇങ്ങനെ അരങ്ങ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സപ്പോർട്ട് തനിക്ക് അനുകൂലമല്ല എന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ മറ്റു വഴിയില്ലല്ലോ എന്ന് വിഷമിച്ചുകൊണ്ട് പോകാൻ തീരുമാനിക്കുന്നു. ഇവർ ദ്രോണരെയും ഒക്കെ പോയി കാണുന്നുണ്ട്. എല്ലാവർക്കും ഉള്ളിൽ ദേഷ്യമുണ്ട്. ഇതൊരു അകറ്റി നിർത്തലാണെന്ന് എല്ലാവർക്കും അറിയാം. ജനങ്ങൾക്കുള്ളിൽ ദേഷ്യമുണ്ട്. ജനങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇത് ധൃതരാഷ്ട്രൻ മനഃപൂർവ്വം യുധിഷ്ഠിരനെ അകറ്റി നിർത്തുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അധികാരമുള്ളവനാണ് വില എന്ന് പറയുന്നത്. അധികാരമുള്ളവൻ അത് പലതരത്തിലും അത് നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്ക് സാധിക്കും. നോക്കൂ, വർത്തമാനകാലത്ത് പോലും ഇങ്ങനെയല്ലേ നടക്കുന്നത്. അധികാരമുള്ളവർക്ക് പിന്നാലെ എല്ലാ സ്ഥാപനങ്ങളും, അല്ലെങ്കിൽ നമുക്കറിയാം ജനാധിപത്യത്തിൽ അധികാരത്തിന് പിന്നാലെ പലതും, ജനാധിപത്യത്തിൻ്റെ നെടുംതൂണുകൾ എന്ന് പറയുന്നതെല്ലാം അധികാരത്തിന് പിന്നാലെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അധികാരമില്ലാത്തവർ, യഥാർത്ഥ അധികാരമില്ലാത്തവർ പുസ്തകത്തിൽ എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ നിയമത്തിൽ എന്തൊക്കെ പറഞ്ഞാലും അവർ അധികാരമില്ലാത്തവരായിരിക്കും, അവർ നിസ്സഹായരായിരിക്കും എന്ന വസ്തുത ഇവിടെ വീണ്ടും തെളിയുകയാണ്. ഏതായാലും അവർ ഭീഷ്മർ ഉൾപ്പെടെയുള്ളവരെ പോയി കണ്ട് അനുവാദമൊക്കെ വാങ്ങുന്നു. നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു ആപത്തും വരികയില്ല എന്നവർ യുധിഷ്ഠിരൻ പറയുന്നു. അവർ ഒക്കെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ പോകാൻ നേരം വിതുരൻ രഹസ്യമായി യുധിഷ്ഠിരനോട് ചില കാര്യങ്ങൾ പറയുന്നു. അതായത് പ്രത്യക്ഷത്തിൽ ആർക്ക് കേട്ടാലും ഒന്നും തോന്നുകയില്ല, എന്നാൽ വളരെ രഹസ്യമായി ചില സന്ദേശം കോഡു ഭാഷയിലൂടെ വിതുരൻ യുധിഷ്ഠിരനെ അറിയിക്കുന്നു. അത് വാരണാവതത്തിൽ ഇവർക്ക് കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനു മുൻപ് തന്നെ ദുര്യോധനൻ തൻ്റെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രി പുരോചനനെ വിളിച്ച് ദുര്യോധനൻ പാണ്ഡവരെ യഥാവിധി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടത്താൻ പറയുന്നുണ്ട്.
അത് പറയുന്നത് മറ്റ് ഒരു ഇതിലുമല്ല, അച്ഛന് യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ അവിടെ നല്ലൊരു കെട്ടിടം പണിയണം, നല്ലൊരു 4 കെട്ട്, നല്ലൊരു വലിയ കെട്ടിടം അവിടെ പണിഞ്ഞ് ഒരുക്കണം, എല്ലാ സംവിധാനങ്ങളുമുള്ള നല്ല കിടക്കകൾ, നല്ല ഇരിപ്പിടങ്ങൾ, ഇതെല്ലാം പണിയണം. കല്ലുകൾ യോജിപ്പിക്കുന്നത് കൃത്യമായിട്ടും അരക്ക് തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടായിരിക്കണം. ചെഞ്ചില്യം, അരക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് ഈ കെട്ടിടത്തിന്റെ ഭൂരിഭാഗം പണിയണം. തടി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതായത് എളുപ്പം തീപിടിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം പണിയേണ്ടത്. അതെല്ലാം പുരോചനൻ യഥാവിധി ചെയ്തു കൊള്ളണം എന്ന് ദുര്യോധനൻ പറയുന്നു. അയാൾക്ക് ധനം കൊടുത്ത് അയക്കുന്നു. ദുര്യോധനന്റെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രിയാണ് പുരോചനൻ. അയാൾ അത് വളരെ സന്തോഷപൂർവ്വം അയാൾ സ്വീകരിക്കുന്നു. അയാൾ വാരണാവതത്തിലേക്ക് യാത്രയാകുന്നു ഈ പറഞ്ഞത് പ്രകാരമുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കാൻ. എന്നിട്ട് ദുര്യോധനൻ പറയുന്നുണ്ട്, ആർക്കും ഒരു സംശയവും തോന്നാത്ത തരത്തിൽ പാണ്ഡവരെ തീർപ്പാക്കണം, പാണ്ഡവരെ കൊല്ലണം എന്ന് പറയുന്നു. നോക്കൂ, ധൃതരാഷ്ട്രന് പാണ്ഡവരെ അകറ്റി നിർത്തണം എന്നേ ഉള്ളൂ. അയാൾ മനസ്സുകൊണ്ട് കൊല്ലണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ആ ആഗ്രഹം ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ മകൻ ഒരു പടി കൂടി കടന്ന്, മകൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജനീതിയാണ്. രാജനീതിയിൽ ദാക്ഷണ്യങ്ങളില്ല. ദൈവനീതിക്ക് ദാക്ഷണ്യമില്ല എന്ന് പറയുന്നത് പോലെ രാജനീതിക്കും ദാക്ഷണ്യമില്ല. ശത്രു എത്ര നിസ്സാരനായാലും അയാളെ നിസ്സാരനായി കാണാൻ പറ്റില്ല. തീർക്കേണ്ട സമയത്ത് ശത്രുവിനെ തീർക്കുക എന്നുള്ളതാണ് രാജനീതിയുടെ പ്രധാന ഒരു ഉപായം എന്ന് പറയുന്നത്. ദുര്യോധനൻ അതിനനുസരിച്ചാണ് ശത്രുവിനെ മുളയിലേ നുള്ളാൻ വേണ്ടി ദുര്യോധനൻ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ പാണ്ഡവരെ ചുട്ടുകൊല്ലുന്നതിനുള്ള അരക്കില്ലം തയ്യാറായി. ആ അരക്കില്ലത്തിലേക്കാണ് പാണ്ഡവർ ഇവിടെ നിന്ന് യാത്രയാകുന്നത്. ആ സമയത്താണ് വിതുരൻ ചില ഉപദേശങ്ങൾ പാണ്ഡവർക്ക് കൊടുക്കുന്നത്. യുധിഷ്ഠിരനോടാണ് വിതുരൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ വാക്യം ഇപ്രകാരമായിരുന്നു: ലോഹം കൊണ്ടുള്ളതല്ലാത്തതും മൂർച്ചയുള്ളതും ദേഹം മുറിപ്പെടുത്തുന്നതുമായ ശസ്ത്രം അറിയുന്നവൻ, എതിർപ്പിനെ അറിയുന്നവൻ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടും. അതായത് ലോഹം കൊണ്ടല്ലാത്ത ഒരു ശസ്ത്രമുണ്ട്, അത് മൂർച്ചയുള്ളതാണ്, അത് തിരിച്ചറിയണം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഗൂഢമായ അർത്ഥം എന്ന് പറയുന്നത് അഗ്നിയാണ് നിങ്ങൾ പേടിക്കേണ്ട ശത്രു, നിങ്ങളെ ചുട്ടുകൊല്ലാനാണ് പരിപാടി എന്നാണ് പറയുന്നത്. അത് യുധിഷ്ഠിരന് കൃത്യമായി, ബുദ്ധിമാനായ യുധിഷ്ഠിരന് അത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അടുത്ത വാചകം ഇങ്ങനെയാണ്: കാടും മഞ്ഞും നശിപ്പിക്കുന്നവന് കാട്ടിൽ ഗുഹകളിൽ പാർക്കുന്നവരെ ദഹിപ്പിക്കുവാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് ആത്മരക്ഷയുണ്ട്. അതായത് കാടിനെയും മഞ്ഞിനെയും നശിപ്പിക്കുന്നത് അഗ്നിയാണ്. പക്ഷേ ഗുഹയ്ക്കകത്ത് കഴിയുന്നവനെ അഗ്നി ബാധിക്കുകയില്ല. അതുകൊണ്ട് അഗ്നിയിൽ നിന്ന് രക്ഷ നേടാൻ ഒരു തുരങ്കം നിർമ്മിച്ച് ആ തുരങ്കത്തിലൂടെ നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളണം എന്നാണ് വിതുരൻ കൊടുക്കുന്ന രണ്ടാമത്തെ കോഡ് സന്ദേശം. മൂന്നാമത്തെ വാചകം: അന്ധൻ വഴിയറിയുകയില്ല, ദിക്കുകളെ പ്രാപിക്കുകയുമില്ല, ഭീരു ഐശ്വര്യത്തെ നേടുകയില്ല, അമ്പരന്നവനെ ഒന്നിനും കൊള്ളില്ല. അതായത് നിങ്ങൾ ഗുഹയിൽ പ്രവേശിച്ച് ഭയക്കാതെ, നിങ്ങൾ ഗുഹയ്ക്ക് മറ്റൊരു തുറപ്പുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ ഭയന്ന് അവിടെ പ്രവർത്തിക്കാതിരിക്കരുത്, നിങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുക എന്ന സന്ദേശമാണ് അതിലൂടെ കൊടുക്കുന്നത്. അടുത്ത വാചകം ഇപ്രകാരമാണ്: ശത്രുക്കളാൽ നൽകപ്പെട്ട അലോഹജമായ ശസ്ത്രം സ്വീകരിച്ചാൽ മുള്ളൻ പന്നിയുടെ ഗൃഹം പോലുള്ള 2 ദ്വാരമുള്ളതാകണം ആ ഗുഹ. അങ്ങനെ നിങ്ങൾ തീയിൽ നിന്ന് രക്ഷപ്പെടണം. അവിടെയും ഗുഹയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. തുരങ്കമുണ്ടാക്കി രക്ഷപ്പെടുക എന്നുള്ള സന്ദേശം വീണ്ടും കൃത്യമായി തന്നെ യുധിഷ്ഠിരന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പല വാചകങ്ങളിലൂടെ വിതുരർ പാണ്ഡവർക്ക് മതിയായ ഉപദേശങ്ങൾ നൽകുന്നു. എല്ലാം കേട്ട യുധിഷ്ഠിരൻ മനസ്സിലായി എന്ന് പറയുകയും ചെയ്യുന്നു. വഴിയിൽ വെച്ച് കുന്തി ചോദിക്കുന്നുണ്ട്. ഇതിനെ MT ഒക്കെ മറ്റൊരു തരത്തിലാണ് അവതരിപ്പിച്ചത്. എന്തായാലും മഹാഭാരതത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. കുന്തി ചോദിക്കുന്നു, മകനെ, എന്താണ് വിതുരൻ പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് നീ മനസ്സിലായി എന്ന് പറഞ്ഞത്? അപ്പോൾ പറയുന്നു, അമ്മേ, അദ്ദേഹം ഉപദേശങ്ങളാണ് തന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഉപദേശങ്ങളാണ് തന്നത്. ആദ്യം പറഞ്ഞത് ഗൃഹത്തിൽ തീഭയമുണ്ടാകുമെന്നാണ്, ആരും കാണാത്ത വഴിക്ക് നിങ്ങൾ പോകണമെന്നാണ് പിന്നെ പറഞ്ഞത്. ധാർമ്മികനായ അദ്ദേഹം പിന്നെ പറഞ്ഞത് ജിതേന്ദ്രിയനായി ശാന്തനായി ജീവിച്ചാൽ വീണ്ടും ഊഴി നേടുമെന്നാണ്. ഇതിനുത്തരമാണ് എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞത്. അപ്രകാരം ഫാൽഗുന മാസത്തിൽ, അതായത് കുംഭമാസത്തിലെ 8-ാം തീയതിയാണ് ഇവർ വാരണാവതത്തിലേക്ക് യാത്ര തിരിച്ചത്. പാണ്ഡവരുടെ ഒരു വലിയ യാത്രയുടെ തുടക്കമാണ്. ഒരുപക്ഷെ പാണ്ഡവരുടെ ജീവിതമെടുത്താൽ യാത്രകൾ യാത്രകൾ യാത്രകളാണ്. പാണ്ഡു മരിച്ചപ്പോൾ വനത്തിൽ നിന്ന് ഹസ്തിനാപുരത്തിലേക്ക്, പിന്നീടിപ്പോൾ അവിടെ നിന്ന് വാരണാവതത്തിലേക്ക്, അവിടെ നിന്ന് വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. പല പല സ്ഥലങ്ങൾ കടന്ന് വീണ്ടും ഒരിക്കൽ അത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തി നിൽക്കുന്നു. പിന്നീട് അവിടെ നിന്ന് ചൂതുകളിയിൽ തോൽപ്പിക്കപ്പെട്ട വനത്തിലേക്ക് വീണ്ടും അലഞ്ഞു തിരിയൽ.
അജ്ഞാതവാസം, ഒടുവിൽ യുദ്ധം കഴിഞ്ഞ് കുറച്ചുനാൾ ഭരണത്തിനൊടുവിൽ വീണ്ടും ഒരു വലിയ യാത്ര, മഹാപ്രസ്ഥാനം. പാണ്ഡവരുടെ ജീവിതം ഇങ്ങനെ യാത്രകളിലൂടെ ക്രമപ്പെടുത്തപ്പെട്ടു, അല്ലെങ്കിൽ യാത്രകളിലൂടെയാണ് പാണ്ഡവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ജീവിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ പാണ്ഡവർ കുന്തിയോടൊപ്പം വാരണാവതത്തിൽ എത്തിച്ചേർന്നു. പുരോചനൻ വലിയ സ്വീകരണം നൽകി. യുധിഷ്ഠിരൻ ഭീമനോട് പറയുന്നു, ഭീമ, ഈ കെട്ടിടം, ഈ കൊട്ടാരമൊക്കെ ഒന്ന് പരിശോധിക്കൂ. അപ്പോൾ ഭീമൻ നോക്കുന്നു. എല്ലാം എളുപ്പം തീപിടിക്കാൻ പറ്റിയ വസ്തുക്കളോട് കൂടിയതാണ്. ഭീമൻ പറയുന്നു, നമുക്ക് ഇവനെ കൊന്നിട്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ? അപ്പോൾ യുധിഷ്ഠിരൻ പറയുന്നു, ചെയ്യരുത്. തൽക്കാലം ഒന്നും അറിയാത്തതുപോലെ നമ്മൾ നിൽക്കണം. കാരണം നമ്മൾ ശത്രുക്കൾക്ക് നടുവിലാണ്. അവർക്ക് ഏത് തരത്തിലും നമ്മെ കൊല്ലാൻ എളുപ്പമാണ്. നമ്മൾ കാട്ടിലേക്ക് പോയാൽ കാട്ടിനകത്ത് വെച്ച് അവർ കൊല്ലും. തൽക്കാലം ഇതൊന്നും അറിയാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുന്നതാണ് നല്ലത്. എല്ലാ വശങ്ങളിലും കണ്ണ് വെച്ചുകൊണ്ട്, തക്കം പാർത്തുകൊണ്ട് ഒരു നേരം പോലും ഉറങ്ങാതെ നമ്മൾ കഴിയുന്നതാണ് നല്ലത്. പകലൊക്കെ നമുക്ക് നായാട്ടിനായി പുറത്തേക്ക് പോകാം. അപ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ടുവയ്ക്കാം. രാത്രിയാകുമ്പോൾ അധികം വിശ്രമിക്കാതെയും ഇരിക്കാം. എല്ലാം നമുക്ക് തക്കം പാർത്തിരിക്കാം എന്ന് യുധിഷ്ഠിരൻ ഭീമനോട് പറയുന്നു. അപ്രകാരം അനുജന്മാരെല്ലാവരും പകൽ സമയങ്ങളിൽ നായാട്ടിനായി അടുത്ത വനങ്ങളിലൊക്കെ പോയി ആ പ്രദേശമൊക്കെ കണ്ടുവച്ചു. രാത്രിയിൽ അധികം ഉറങ്ങാതെയും ഇരുന്നു. ഇതിനിടയിൽ ഒരു ഖനകൻ, വിതുരൻ പറഞ്ഞയക്കുന്ന ഒരു കുഴിവെട്ടുകാരൻ വന്ന് അവിടെ ഒരു തുരങ്കം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. രഹസ്യമായി അയാൾ ഒരു തുരങ്കത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്നു. കൊട്ടാരത്തിൽ നിന്ന് കിടങ്ങിലൂടെ വെളിയിലേക്ക് പോകുന്ന ഒരു തുരങ്കത്തിൻ്റെ നിർമ്മാണവും തുടങ്ങുന്നു. ഇങ്ങനെ തങ്ങളെ കൊന്നാൽ, അല്ലെങ്കിൽ തങ്ങളെ കൊല്ലാൻ സമീപിച്ചാൽ ആ സമയം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വിതുരൻ്റെ മുന്നറിയിപ്പ് കൊണ്ടും വിതുരൻ്റെ സഹായം കൊണ്ടും പാണ്ഡവർ അത് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ പാണ്ഡവരുടെ യാത്രയുടെ മറ്റൊരു ഘട്ടം തുടങ്ങുകയാണ്. അത് അടുത്ത ലക്കം പറയാം. അപ്പോൾ മഹാഭാരതത്തിൻ്റെ ഈ കഥകൾ കേൾക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത കഥയുമായി വീണ്ടും കാണാം. നമസ്കാരം.